ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു നാടൻ ഒഴിച്ചു കറിയാണ് തയ്യാറാക്കുന്നത്. മുരിങ്ങയ്ക്കയും മാങ്ങയും വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു വലിയ മാങ്ങ വേണം. നല്ല പുളിപ്പുള്ള മാങ്ങ ആയിരിക്കും നല്ലത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പരിപ്പ് വേണം. ഒന്നെങ്കിൽ തുവരം പരിപ്പ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ മസൂർ പരിപ്പായാലും മതി. പരിപ്പ് 3/4 കപ്പോളം എടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് അധികമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പരിപ്പ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് പരിപ്പ് മതിയാവും. പരിപ്പ് ആദ്യം തന്നെ ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേവിക്കാവുന്നതാണ്. ഇനി അരപ്പിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ വേണം. പിന്നെ മുളക് പൊടി വേണം. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും. ഇത്രയും കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാങ്ങയും കൂടി നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ പരിപ്പ് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. മാങ്ങയൊന്നും പിന്നെ പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ മാങ്ങ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. മാങ്ങ ഇതുപോലെ പകുതി വേവായതിന് ശേഷം നമ്മളിതിലേക്ക് മുരിങ്ങയ്ക്കയും കൂടി ചേർക്കാം. ഇതിപ്പോൾ ഒരു 3 മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നടുക്കെ കീറിയതും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയുടെ പീസസൊക്കെ ചെറുതായിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുരിങ്ങയ്ക്കയും അത്യാവശ്യം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൂട്ടി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡി ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും കൂടി തളിച്ച് ചേർക്കാം. കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ചെറിയുള്ളി നമ്മളിതുപോലെ തളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള, ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതിയാവും. ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇനി ഇതിലോട്ട് വറ്റൽമുളകും കൂടി ചേർക്കാം. 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറിയാണ് അത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പുളിയുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ആ മാങ്ങയുടെ ഒരു ഫ്ലേവർ ആയിരിക്കും ഈ കറിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഈ ഒരു കറി തന്നെ മതി. പിന്നെ ഈ ഒരു റെസിപ്പി പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്നാൽ പോലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്